എങ്ങനെയുണ്ട് സ്റ്റേജ് ഇന്നിപ്പോ പേടി വല്ലതും തോന്നിയോ? കുഴപ്പമില്ല. അപ്പൊ ഇനി ഏത് വലിയ ഉത്സവ പറമ്പിൽ പോയാലും നമ്മൾ കൊട്ടും അല്ലേ? എല്ലാവരെയും ഇഷ്ടപ്പെടുത്തും, സന്തോഷിപ്പിക്കും അല്ലേ? ഒരു പേടിയില്ല? ഇല്ല. ശരി, ഒരു പേടിയില്ല. ഹലോ, ഹായ്, നമസ്തേ. ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മുട്ടത്തോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇന്നിവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ഒരു അരങ്ങേറ്റം നടക്കാൻ പോവുകയാണ്. വെറും അരങ്ങേറ്റമല്ല, ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റം. ഈ ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഭിന്നശേഷി കുട്ടികളെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ്. എല്ലാം നമുക്കറിയാവുന്ന കുട്ടികളാണ്, നമുക്കറിയാവുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളുടെ അരങ്ങേറ്റത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഉള്ളിലും നല്ല താളബോധവും കലാബോധവും എല്ലാം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു അരങ്ങേറ്റം. അപ്പോൾ നമുക്ക് അരങ്ങേറ്റം കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം നീളുന്ന നല്ല താളബോധവും ടൈമിംഗ് എല്ലാം ഉള്ള ഒരു ചെണ്ടമേളമാണ് കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. ഈ ചെണ്ടമേള അവസാനിച്ചപ്പോൾ തന്നെ കാണികളുടെ വക നല്ലൊരു ഹർഷാരവമാണ് ഇവിടെ ഉണ്ടായത്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കുട്ടികൾ തങ്ങളുടെ ചെണ്ടമേള അരങ്ങേറ്റം ഇവിടെ പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ കുട്ടികളെ ചെണ്ടമേളം പരിശീലിപ്പിച്ച ഗുരുക്കന്മാരുണ്ട് ഇവിടെ. അതേപോലെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകിയ ഈ സ്കൂളിലെ തന്നെ ടീച്ചേഴ്സുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുണ്ട്. നമുക്ക് അവരുടെ വാക്കുകളിലൂടെ ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ആഷ്ലി ജോസഫ്, ഞാൻ ആറന്മുള സ്വദേശിയാണ്. ഈ ചെണ്ടമേള ഈ ഫീൽഡിൽ തന്നെയുള്ളതാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും. ഓക്കെ, എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് എത്തിയത് ഈ കുട്ടികൾ? ഞാൻ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് സുജിരായ എന്ന സാറാണ് നമ്മുടെ. അതുപോലെ തന്നെ അമ്പിളി ടീച്ചറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അമ്പിളി ടീച്ചറാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അതെ അതെ, രണ്ടുപേരും സ്കൂളിലെ അധ്യാപകരാണ്. അമ്പിളി ടീച്ചറിനെ ഞാൻ വന്ന് കണ്ടു. അപ്പോൾ എനിക്ക് വന്നപ്പോഴൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഇങ്ങനത്തെ കുട്ടികളൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് അമ്പിളി ടീച്ചർ സംസാരിച്ച് കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇവരെ പഠിപ്പിച്ചെടുക്കാനൊക്കെ. കാരണം ഇവർക്ക് തിയറി കൊടുക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ പ്രതീക്ഷയിലും അപ്പുറത്തായിട്ട് ഇവരുടെ കഴിവ് കൊണ്ട് ഇവരെ കയറി വന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ദൈവം സഹായിച്ച് ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം എത്ര നാൾ കൊണ്ടാണ് ഈ കുട്ടികളെ ഈ അരങ്ങേറ്റത്തിന്? നോർമലി ഇപ്പോൾ ഒരു 6 മാസം മേളിലായി അത് സ്റ്റാർട്ടിങ് ബേസിക് പഠിച്ചു വരുന്നു. ഇപ്പം 1.5 മാസം ആയതേ ഉള്ളൂ ഞങ്ങൾ അരങ്ങേറ്റത്തിനുള്ള ഒരു തയ്യാറെടുപ്പാകുന്നത്. അങ്ങനെ ഇപ്പം അതായത് ഇപ്പം ഈ കുട്ടികൾക്ക് ഇത് പഠിച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അവര് എല്ലാവരെയും കിട്ടത്തില്ല, കാരണം അവർക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ. ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ 1.5 മാസമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കിട്ടിയത്. അല്പം ബുദ്ധിമുട്ടിയാലും എല്ലാ കുട്ടികളെ നല്ല പഠിച്ചെടുക്കാൻ പറ്റിയില്ലേ? അവര് മാത്രമല്ല, അവരുടെ പേരൻസ് അവരെ സംബന്ധിച്ച് അവര് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ സ്കൂളിന്റെ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൾ, ഹെഡ് മാസ്റ്റർ, അമ്പിളി ടീച്ചർ, സുരേഷ് സാറ്, ശരണ്യ ടീച്ചർ, എനിക്ക് ഒരുപാട് ടീച്ചർമാരുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇനി ഇതേപോലെ മറ്റു സ്കൂളുകാർ ഇതേപോലത്തെ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെല്ലും. കാരണം നമ്മുടെ കല മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുന്ന കഴിവ് മറ്റുള്ള ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. ശരി, താങ്ക് യു. എൻ്റെ പേര് അമ്പിളി TC. ഞാൻ കോഴഞ്ചേരി BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. 13 വർഷമായിട്ട് മുട്ടത്തൂണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 സ്കൂളാണുള്ളത്. ഒന്ന് SNDP HSS മുട്ടത്തൂണും, ഒന്ന് CMS HSS കുഴിക്കാല്. അല്ല, ഈ കുട്ടികളെ ഇപ്പൊ ചെണ്ടമേളം ഇങ്ങനെ ഒരു ആശയം വരാനുള്ള കാരണം എന്താണ്? അത് ശരിക്കും നമുക്ക് ഈ കുട്ടികൾക്ക് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിക്ക് ഭയങ്കര പാടാണ്. ഇവർ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ല. രണ്ടാമത് ഈ കുഞ്ഞുങ്ങൾക്ക്
കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ ഓർത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരിടത്ത് കടയിൽ കയറി അവർക്ക് ജോലി ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട്. പൈസ കൊടുക്കുന്നവർ അവരെ നിർത്തണമെന്ന് നിർബന്ധമില്ല. പിന്നെ പകുതിയും കുഞ്ഞുങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ രക്ഷകർത്താക്കളുടെയൊക്കെ ബേസിക് നീഡ് എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമാണ്. നമ്മളങ്ങനെ വളരെ ആലോചിച്ച ശേഷമാണ് സുധിരാജ് സാറിനോട് സംസാരിക്കുന്നതും. ഈ സ്കൂളിലെ തന്നെ ഹിന്ദി അധ്യാപകനായിരുന്നു അദ്ദേഹമാണ് എനിക്ക് ആഷ്ലി സാറിനെ പരിചയപ്പെടുത്തുന്നത്. അതിനുമുമ്പ് ഒത്തിരി അധ്യാപകരെ ഞാൻ ചോദിച്ചു, അധ്യാപകരോട് ചെണ്ടയുടെ അവർക്കാർക്കും ഇങ്ങനെയുള്ള കുട്ടികളെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല. കാരണം അവർ പഠിക്കുമോ, അവരെ കരിയറിനെ അത് ബാധിക്കും. ഇടയ്ക്ക് വെച്ച് നിർത്തി. സാർ വളരെ ധൈര്യപൂർവ്വം എന്നോട് പറഞ്ഞു, ടീച്ചറെ 2 ക്ലാസ് നോക്കാം എന്നിട്ട് പറയാമെന്ന്. 2-3 ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവർ പതുക്കെ എൻ്റെ ഒപ്പം വന്നോളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവര് എല്ലാ ക്ലാസ്സിലും ഒന്നും പ്രസന്റ് അല്ല. 5-6 പേരേ ഉള്ളൂ എന്നും പ്രസന്റ്. ബാക്കി പതുക്കെ എല്ലാത്തിനും ഞാൻ ദൈവത്തിന് ഈശ്വരാനുഗ്രഹം എന്നേ പറയുന്നുള്ളൂ. കാരണം പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ ട്രൂപ്പിൽ ഇവരെ പങ്കെടുപ്പിച്ചിട്ട് ചെറിയ ചെറിയ മേളങ്ങൾ വരുമ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ച് ഒരു വരുമാനമാക്കുക. അതാണ് എന്റെയും രക്ഷകർത്താക്കളുടെയും ഏറ്റവും വലിയ സന്തോഷം. സാധാരണ നമ്മൾ ബഡ്സ് സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് അങ്ങനെയൊക്കെയുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ മാത്രമാണ് ഇങ്ങനെ ചെണ്ടമേളം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. സാറേ, നമ്മൾ സ്കൂളില് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തിട്ട് അതിന് കണ്ടിന്യൂറ്റി കൊടുക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം. എനിക്കിപ്പോ ഇതിനകത്ത് 4 പേര് +2 പാസ് ഔട്ട് ആണ്. പക്ഷെ അവരെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് പ്രാക്ടീസ് കൊടുക്കും. അവരെ ITL വിട്ടോണ്ടേ. അപ്പൊ നമുക്ക് അഡീഷണൽ ഒരു വരുമാനം. ചിലപ്പോൾ ITL ഇവർക്ക് ശോഭിക്കാൻ പറ്റത്തില്ലെന്നല്ല, അതിനോട് പോയിക്കൊണ്ട് തന്നെ ഇവർക്ക് ഒരു വരുമാനം കൂടെ. അപ്പൊ ഇത് തുടർ പ്രവർത്തനമാണ്, ഞാൻ നിർത്തത്തില്ല ഇത്. അപ്പൊ എത്രയും ചെയ്യിക്കാമോ അത്രയും ചെയ്യിക്കും. മറ്റേത് ഈ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റ് ഒക്കെ ഈ പറഞ്ഞ പോലെ 10-12 കൊണ്ട് തീരുവാണ് അവിടെ. അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. പിന്നെ അവർ ചിലപ്പോൾ എല്ലാം നോർമൽ കുട്ടികളുമായിരിക്കും. അവർ വേറെ ജീവിത സാഹചര്യം തേടി പോകുന്നവരാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ, ഈ രക്ഷകർത്താക്കളും ഞങ്ങളും എല്ലാമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ആശയം പറയുമ്പോൾ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു? പേരൻസ് ഭയങ്കര സപ്പോർട്ടാണ്. അവർക്ക് സന്തോഷ സ്റ്റേജിൽ കണ്ടില്ലേ, പിന്നെ ഒന്നും പറയാനില്ലല്ലോ, അത്രയും സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ഒരു 4-5 പേരുടെ വീടുകളിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അച്ഛനൊക്കെ ജോലിക്ക് പോകാൻ പറ്റാത്ത വീടുകളുണ്ട്. അപ്പൊ ഇവരെ മറ്റുള്ളവർ സ്പോൺസർ ചെയ്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിവർക്ക് നല്ലൊരു ഓപ്പണിംഗ് കൊടുക്കണമെന്നാണ് ആഗ്രഹം. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു ഇതില്ലേ? തീർച്ചയായിട്ടും. അല്ലേ, സന്തോഷമല്ലേ? സത്യം പറഞ്ഞാല് ഇതേപോലെ ഒരു ട്രൂപ്പ് എനിക്ക് തോന്നുന്നു വേറെ സ്കൂളുകളിൽ ഇല്ല എന്ന്. ഇല്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ സ്കൂളിലില്ല. ഇത് നമ്മുടെ സ്കൂളിന്റെ മാത്രം ഒരു പ്രവർത്തനമാണ്. പിന്നെ ഈ നമ്മുടെ ശാഖക്കാര് അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. മന്ദിരത്തിൽ വെച്ച് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇവർക്ക് നല്ലൊരു ഓപ്പണിംഗ് ആണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു വേദി അല്ലേ? അതെ. നമ്മുടെ SNDPHS മുട്ടത്തുകോണം റിതം ബീറ്റ്സ് എന്നാണ് നമ്മുടെ പേര്. അപ്പൊ ഇവർക്ക് പ്രോഗ്രാം കിട്ടാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ശ്രമം അതിനുവേണ്ടിയായിരിക്കും. പ്രാക്ടീസിനോടൊപ്പം തന്നെ അതും കൂടെ ചെയ്യാനാണ് ആഗ്രഹം. ശരി, കുഴപ്പമില്ല. നമ്മൾ ഈ ഫോൺ നമ്പർ വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നല്ല നല്ല വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമേ അമ്പിൾ ടീച്ചറിനെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഞങ്ങൾക്ക് അമ്പിൾ ടീച്ചറിനോട്. കാരണം അമ്പിൾ ടീച്ചറിൻ്റെ കുറേ വർഷത്തെ അധ്വാനമാണ് ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവരിക. ഇവരെ നേരത്തെ ടീച്ചർ പറയായിരുന്നു, ഇവരെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവന്ന് ഇവരെ നമുക്കൊന്ന് മുൻപോട്ട് കൊണ്ടുവരണം, മറ്റുള്ള ആളുകളിലേക്ക് ഇവരെ ഒന്ന് എത്തിക്കണം. ഇവരിൽ കുറേ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇവരെയൊക്കെ എല്ലാവരിലും ഒരുപാട് കഴിവുകളുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ആഷ്ലി എടുത്ത വലിയൊരു എഫേർട്ടാണിത്. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത് എന്തായി തീരും. കാരണം ഇവർക്ക് ആഷ്ലി പറഞ്ഞ പോലെ തന്നെ തിയറി കൊടുത്താൽ അത് കാണാതെ പഠിച്ച് പറയാനുള്ള ഒരു ഇതില്ല കുട്ടികൾക്ക്. അപ്പം അതെങ്ങനെയായി തീരുമെന്നൊക്കെ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചതിൽ ഞങ്ങൾ ചിന്തിച്ചതിൽ ഒരു പടി മുകളിൽ. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളൊന്നും ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഇത്രയും സന്തോഷം കൊടുത്തില്ല. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നു. സത്യം പറഞ്ഞാൽ അഭിമാനിക്കും ഞങ്ങളുടെ മക്കളെ ഓർത്തിയ നിമിഷം. പിന്നെ ഇവരുടെ ഈ ഒരു കഴിവ് മറ്റുള്ളവരിടത്തോട്ട് എത്തിക്കാനെ കൊണ്ട് നിങ്ങളും ഒന്ന് ശ്രമിക്കണം, ഞങ്ങളെ കൊണ്ട് അതുപോലെ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്താ തോന്നിയത് നിങ്ങൾക്ക്? എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. സന്തോഷം കൊണ്ട് കരയുക പറയത്തില്ലേ, ആ ഒരു അവസ്ഥയെ ഞാൻ സത്യം പറയാലോ മക്കളെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം. കാരണം എല്ലാവരും പറയും ഈ കുട്ടികളെ എങ്ങനെ കളഞ്ഞു, ഞങ്ങൾ ഓർക്കുന്ന ഞങ്ങൾക്ക് ഈശ്വരൻ തന്ന വരദാനോ ഞങ്ങളുടെ ഈ മക്കളെന്ന് പറഞ്ഞത്. കാരണം പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികളെ വളർത്തുന്നതെന്ന്. കാരണം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങളെക്കാട്ടിലും അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അവരെ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. എൻ്റെ പേര് ജയറാണി. ഞാൻ മുട്ടത്തുകോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. നമ്മുടെ സ്കൂളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ ചെണ്ടമേളം അവരുടെ അമ്പിളി ടീച്ചറിൻ്റെ ഒരു
എന്താ പറയുന്നത്, ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി ടീച്ചർ അതിന് മുൻകൈ എടുത്ത് ഗുരുക്കന്മാരെ കണ്ടെത്തി അത് സ്റ്റാൻലി, ആഷ്ലി എന്ന് പറയുന്ന 2 അധ്യാപകർ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ്റെ ഫലമായി അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഇന്നിവിടെ അരങ്ങേറുകയും അതിൻ്റെ ഒരു പ്രദർശനവും നമ്മുടെ സ്കൂൾ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. മാഡം, ഈ കുട്ടികളുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? കുട്ടികളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ ദിവസവും കാണുന്നതാണ്. ക്ലാസ്സിൽ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്നവരെ മണ്ടരെന്ന് മുദ്ര കുത്തുന്ന ഒരു പൊതു സ്വഭാവം ഉണ്ട്. അപ്പോൾ എല്ലാവരും മിടുക്കരാണ്. ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ എല്ലാവരും മിടുക്കരാണ്. അത് നമ്മൾ കൺമുന്നിൽ കണ്ടു മനസ്സിലാക്കുകയാണ് വീണ്ടും. അതുപോലെ ഈ പ്രകൃതി എന്ന് പറയുന്നത് വൈവിധ്യം നിറഞ്ഞതാണ്. എല്ലാം ഈ പ്രകൃതിക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ജന്മലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അവർ പഠിക്കാൻ മാത്രമേ ഉള്ളൂ അല്പം പുറകോട്ട് നിൽക്കുന്നത്. അവരുടെ ആ ചെണ്ടക്കോല് പിടിക്കുക, അതിലാദ്യമൊക്കെ അത് കയ്യിൽ ഉറയ്ക്കാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അവരുടെ ആ ഗുരുക്കന്മാർ കാണിച്ച ആ ഒരു സാധാരണ എല്ലാം തികഞ്ഞ അല്ലെങ്കിൽ അതിലെ ഒരു ജന്മവാസനയുള്ളവരാണ് സാധാരണ ഇത്തരം കലാരൂപങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇത് അങ്ങനെയല്ലാതെ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മാറ്റി നിർത്തുന്ന, പഠനത്തിന് പ്രത്യേകിച്ച് മാറ്റി നിർത്തുന്ന, നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല എങ്കിലും വേണമെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടാവുന്ന കുട്ടികളാണ്. അവരുടെ എന്താ അതിന് പറയേണ്ടത്, ഈ മനസ്സും കണക്കാണ് അല്ലേ, താളം എന്ന് പറയുമ്പോൾ കണക്കാണ്. ആ കണക്ക് മനസ്സിൽ ഉറയ്ക്കണം, കൃത്യമായിട്ട് അത് അടിക്കണം. അവരുടെ മനസ്സും ദൃഷ്ടിയും കൈയും അവരുടെ ചലനങ്ങളും എല്ലാം ഒരു പോയിന്റിലേക്ക് വരണം. അപ്പോൾ അത് വെറും 6 മാസം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒന്നും ക്ലാസ് ഇല്ല. 6 മാസത്തെ പരിശീലനത്തിന്റെ ഒരു ഫലമാണ് ഇവിടെ കണ്ടത്. പരീക്ഷ ഉണ്ടായിരുന്നു. പബ്ലിക് എക്സാം എഴുതിയ കുട്ടികൾ ഇതിനകത്തുണ്ട്. അവര് മറ്റുള്ളവരുടെ സഹായത്തോടാണ് പരീക്ഷ എഴുതിയത്. പക്ഷെ ഈ പരീക്ഷ അവര് സ്വന്തമായി നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ അധ്യാപകര് കൂടെ, അതേപോലെ അമ്പിളി ടീച്ചറിന്റെ പേര് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കൊക്കെ ഈ മൈക്കിൽ കൂടെ പറയുന്ന അധ്വാനമേ ഇതിന്റെ പിന്നിലുള്ളൂ. പക്ഷേ അവരുടെ രക്ഷിതാക്കളുടെ മനം ഇന്ന് കുളിർത്തിട്ടുണ്ടാവും അല്ലേ. കുഞ്ഞുങ്ങളുടെ മികവാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വപ്നം. അതിന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. ജീവിതത്തിലുടനീളം ഇവിടെ ഗുരുദേവൻ്റെയും അതുപോലെ നമ്മുടെ സരസ്വതീ ദേവിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രകൃതിയുടെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ. അവരുടെ എല്ലാം ജീവിതം നല്ല പ്രകാശമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് അക്ഷരപുണ്യം തേടി എത്തിയെന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകളും നേരുന്നു. നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നാളും മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.